നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വ്യാഴാഴ്ച രാത്രി 11:00 അടൂർ പട്ടാഴിമുക്കിൽ നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട അനുജയ രവീന്ദ്രന്റെ സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ വെച്ച് നടക്കുകയുണ്ടായി. നാടിനെയാകെ ഞെട്ടിച്ച പട്ടാഴിമുക്ക് അപകടത്തിൽ ദുരൂഹത നീക്കാൻ ഒരുങ്ങുകയാണ് അടൂർ പോലീസ്. നല്ല കുട്ടി, എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ ഒരു നല്ല സ്വഭാവമുള്ള കുട്ടികളെ കാണാൻ പ്രയാസമാണ്. അത്ര ഡീസൻ്റ് അയൽക്കാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും അത്യാവശ്യം അല്ലാതെ ആവശ്യമില്ലാത്തൊരു സംസാരം പോലും ഇല്ലാത്തൊരു കുട്ടിയാണ്. പിന്നെ അതിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നൊന്നും മോശമായിട്ടൊരു അഭിപ്രായം പറയാൻ എനിക്കില്ല. ഒരു ടീച്ചർ എന്ന നിലയിലും പിന്നെ ഞങ്ങൾ അയൽവാസി എന്ന നിലയിലും സ്വഭാവത്തിലാണെങ്കിലും ആരോട് സഹകരിക്കാനാണെങ്കിലും ആർക്കെങ്കിലും ഒരാപത്തൊന്നും കണ്ടാൽ അവിടെ ചെന്ന് ചെല്ലാനും സഹായിക്കാനും ഒക്കെ സന്മനസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഈ സംഭവം നടന്നെന്ന് വെച്ചാൽ ഇങ്ങനെ കൂടുതൽ ഞങ്ങൾ അറിയുന്നത് വണ്ടിയപകട നടന്നതിന് ശേഷമാണ്. ഇങ്ങനെയൊക്കെയാണ് സംഗതികളൊക്കെ ഞങ്ങൾ അറിയുന്നത്. അപ്പം ഞങ്ങൾക്കൊരു വിഷമം പോലെ ഇതെന്താ നമ്മുടെ മുറ്റത്തിരുന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ മക്കളെ പോലെ കണ്ട ആൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നറിയണം. ഞങ്ങൾക്കറിയരുത് അതിനൊക്കെ. അങ്ങനെ അവിടെ ഭർത്താവുമായിട്ടും ഒരു പിണക്കവും കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ ആയിട്ടായാലും ശരി, ഞങ്ങൾക്കങ്ങനെ അറിവേ ഇല്ല. ഞങ്ങളുടെ ഒരു മോളെ പോലെ അത് പറയാനാണ്. പിന്നെ പക്ഷെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ടി വിയിൽ ആദ്യമായിട്ട് ഇത് കാണുമ്പോൾ തന്നെ ശരീരം കഴിഞ്ഞത് നമുക്ക് നേരം തൊട്ട് എനിക്ക് വയ്യാതില്ല. ഇത് പറയാനും ഞാൻ ഓർത്തില്ലെന്നുള്ളതാണ്. കൊച്ചിൻ്റെ സ്വഭാവ ദൂഷ്യമൊന്നും ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പറയില്ല. അങ്ങനെ അറിയത്തതുമില്ല. അപ്പോൾ പിന്നെ നമ്മളതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരു വിഷമം അതിൻ്റെ അന്വേഷണം വേണം. എന്തായാലും നമുക്കറിയണ്ടേ.